Sanju, 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 the man, the myth, the legend, the ultra legend Sanju Samson, ഇന്ത്യൻ ക്രിക്കറ്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ എവർ വിറ്റ്നസ്ഡ്. ഇനി യാതൊരുവിധ സംശയവുമില്ല. സഞ്ജുവിൻ്റെ ചില പുറത്താകലുകൾ സഞ്ജു ഇൻകൺസിസ്റ്റൻ്റ് ആണ് എന്നുള്ള നിലയിലൊക്കെ ചിലരെ കൊണ്ട് പറയിപ്പിക്കുമെങ്കിലും സഞ്ജുവിനെ ഇനി ഇന്ത്യൻ ടീമിൽ അനിഷേധ്യമായ ഒരു സ്ഥാനം തന്നെയുണ്ട് എന്ന് ഊട്ടിയുറപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു ഇന്നിങ്സ്, ഒന്നാം തരം ഇന്നിങ്സ്. അതായത് DC-യുടെ കോച്ച് തന്നെ പറയുന്നുണ്ടായിരുന്നു, കളിയുടെ ഇടയിൽ സഞ്ജു സാംസൺ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രവിശാസ്ത്രിയും ഇയാൻ ബിഷപ്പും അടക്കമുള്ള കമൻട്രിമാർ ചോദിക്കുന്നുണ്ട്, എങ്ങനെ തോന്നുന്നു, കളി കൈവിട്ടു പോകുമോ എന്ന്. സഞ്ജു സാംസൺ നിലയുറപ്പിക്കുകയാണല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന് വെറുതെയല്ല മാൻ ഓഫ് ദ സീരീസ് വേൾഡ് കപ്പിൽ കിട്ടിയത്, സഞ്ജു ഈസ് ദ ബെസ്റ്റ് എന്ന്. എതിർ ടീമിൻ്റെ ഒരു കോച്ച് അങ്ങനെ പറയണമെങ്കിൽ, സഞ്ജുവിൻ്റെ വിക്കറ്റ് എടുത്തില്ലെങ്കിൽ തോൽവി സുനിശ്ചിതമെന്ന് പറയണമെങ്കിൽ ആ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കണം. സെലക്ടർമാരടക്കം ഈ കളി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. സൗരവ് ഗാംഗുലിയെല്ലാം പവലിയനിലിരുന്ന് കളി കാണുന്നുണ്ടായിരുന്നു. അഭിമാന നിമിഷമാണ്, അഭിമാന നിമിഷം. ഒരിക്കൽ കൂടി സഞ്ജുവിൻ്റെ ചിറകിലേറി ചെന്നൈ സൂപ്പർ കിങ്സ് വിജയം തൊട്ടിരിക്കുന്നു. സഞ്ജു ഫോമായാൽ ചെന്നൈ ജയിക്കും എന്നത് ഒരു പഴഞ്ചൊല്ല് പോലെയായിട്ടുണ്ട്. 155 റൺസ് 7 വിക്കറ്റ് നഷ്ടത്തിലെടുത്ത ഡൽഹി ക്യാപിറ്റൽസ് 8 വിക്കറ്റിന് ചെന്നൈ സൂപ്പർ കിങ്സ് തോൽപ്പിക്കുന്ന കാഴ്ച. 15 ബോൾ ബാക്കി നിൽക്കെ വളരെ സ്ലോ ആയിട്ടാണ് ഇന്നിങ്സ് തുടങ്ങിയത്. പവർ പ്ലേയിലൊന്നും അധികം റൺസ് ഉണ്ടായിരുന്നില്ല. ഗെയ്ക്വാദും അതുപോലെ തന്നെ ഉർവിസ് പട്ടേലും ഒക്കെ നേരത്തെ തന്നെ പോയി. പക്ഷേ സഞ്ജു സാംസൺ ഒരു ഘടാഘടിയനായ ഒരു മഹാവൃക്ഷം പോലെ ഒരു നിൽപ്പങ്ങ് നിന്നു. സഞ്ജു സാംസണും കാർത്തിക് ശർമ്മയും ചേർന്നുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ് ശരിക്കും ചെന്നൈ സൂപ്പർ കിങ്സിന് നെടുന്തൂണായി. ചെന്നൈ പുഷ്പം പോലെ ജയിച്ചു കയറി, പുഷ്പം പോലെ. സഞ്ജു സാംസൺ വളരെ അനായാസകരമായാണ് കളിക്കുന്നത്. രവിശാസ്ത്രി ഒരു ഷോട്ട് കണ്ടിട്ട് പറയുന്നുണ്ടായിരുന്നു, ചില ഷോട്ടുകൾക്ക് നമ്മൾക്ക് ഒന്നും പറയാൻ സാധിക്കില്ല, ചില ഷോട്ടുകൾക്ക് കമൻട്രി ഇല്ല, നമ്മൾ വിറ്റ്നസ് ചെയ്യുകയാണ്, കണ്ടു നിൽക്കുകയാണ്. അത്തരത്തിലൊരു ഷോട്ട് സഞ്ജു സാംസന്റെ ബാറ്റിൽ നിന്നുണ്ടായി. അത്തരത്തിൽ ഒരുപാട് ഷോട്ടുകൾ, ഒരുപാട് ഷോട്ടുകൾ, 7 ഫോറുകളും 6 സിക്സറും അടക്കം 167.3 സ്ട്രൈക്ക് റേറ്റിൽ. ആലോചിച്ച് നോക്കണം, ബാറ്റ്സ്മാൻമാർക്ക് വലിയ ടഫായിട്ടുള്ള ഒരു പിച്ച് എന്ന് വിലയിരുത്തിയത് കൊണ്ടാണ് ബാറ്റിംഗ് പോലും ഡൽഹി ക്യാപിറ്റൽസ് ആദ്യമേ തിരഞ്ഞെടുത്തത്. ഒരു 175 സ്കോറൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്, ഒരു ബെറ്റർ സ്കോർ എന്നുള്ള നിലയിൽ. എന്നിരുന്നാലും ഒരു 10-15 റൺസ് താഴെ 155 എടുക്കാനേ സാധിച്ചുള്ളൂ. അതുപോലും ഒരു മികച്ച സ്കോറാണ് എന്നുള്ള നിലയിലാണ് ഡൽഹി ക്യാപിറ്റൽസ് കളിച്ചത്. പക്ഷേ സഞ്ജുവിന് എന്ത് ടഫ് പിച്ച്! സഞ്ജു ഫോമിലാണെങ്കിൽ ഏതൊരു ടോട്ടലും അനായാസകരമായി അടിക്കാൻ പറ്റും. സഞ്ജു ആ തരത്തിലുള്ള ക്ഷമയോടുകൂടി ആക്സലറേഷൻ വേണ്ടപ്പോൾ ആക്സലറേഷൻ കൊടുത്താണ് സഞ്ജു കളിക്കുന്നത്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് കമ്പോസ്ഡ് ഇന്നിങ്സ് എന്നൊക്കെ പറയുന്ന ഇതാണ്. ഇത്തരത്തിലുള്ള ഇന്നിങ്സുകളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. കുറേ നാളുകളായിട്ട് മറ്റാരിൽ നിന്നും നമ്മൾ കാണുന്നില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വേൾഡ് കപ്പ് തുടങ്ങിയത് മുതൽ, ആ ഒരു ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനൽ തുടങ്ങിയത് മുതൽ സഞ്ജു സാംസണിൽ നിന്ന് മാത്രം കഴിഞ്ഞ 2-3 മാസങ്ങളിലായി നമ്മൾ ഇത്തരത്തിലുള്ള ഇന്നിങ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്, മലയാളികൾ ഭാഗ്യം ചെയ്തവരാണ്. സഞ്ജു സാംസണെ പോലൊരു പ്ലെയറെ സംഭാവന ചെയ്യാൻ സാധിച്ച ഈ മലയാള നാട് ഭാഗ്യം ചെയ്ത നാടാണ്. നമ്മൾ മലയാളികൾ കോരിത്തെരിപ്പോടു കൂടിയാണ് ഈ ഇന്നിങ്സുകളെല്ലാം കാണുന്നത്. അഭിമാനത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കുകയാണ് സഞ്ജു സാംസൺ. തമിഴ്നാട് കേരള ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞിട്ട് വരുന്ന ഒരു മാച്ച് എന്നുള്ള നിലയിലും ഇത് സുപ്രധാനമായ ഒരു മാച്ചായിരുന്നു. 2 സംസ്ഥാനങ്ങളിലും ഭരണമാറ്റമുണ്ടായി. ഇവിടെ UDF 100-ലധികം സീറ്റോടുകൂടി വിജയിച്ചപ്പോൾ അവിടെ തളപതി വിജയ് തൻ്റെ ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ CM ആയി ചരിത്രം കുറിച്ച് 100-ലധികം സീറ്റ്, ഏകദേശം 110ഓളം സീറ്റ് നേടിയാണ് വിജയിച്ചത്. അപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സും അതുപോലെ തന്നെ ചെന്നൈ ആരാധകരും എല്ലാവരും ആവേശത്തോടെ ഉറ്റുനോക്കുന്ന ഒരു മത്സരമാണിത്. അതുപോലെ മലയാളികളും
വയറ് നിറച്ച് രണ്ടു പേർക്കും, മലയാളികൾക്കും ചെന്നൈ ആരാധകർക്കും സഞ്ജു സാംസൺ വിരുന്ന് നൽകി. എന്താ പറയുക, ഒന്നും പറയാനില്ല. ഹർഷ ബോഗ്ലെയും രവി ശാസ്ത്രിയും ഇയാൻ ബിഷപ്പും ഒക്കെ വളരെ ഹാപ്പി ആയിരുന്നു. അവർ വിറ്റ്നസ് ചെയ്യുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്നിങ്സ് ഓഫ് എ ബാറ്റർ എന്നുള്ളതാണ്. എല്ലാ അവാർഡുകളും സഞ്ജു സാംസൺ തൂക്കി, സൂപ്പർ സ്ട്രൈക്കർ, അങ്ങനെ എല്ലാ അവാർഡുകളും സഞ്ജു സാംസൺ തൂക്കി. കാർത്തിക് ശർമ്മ വളരെ മികച്ച ഇന്നിങ്സ് ആണ് കളിച്ചത്, അത് എടുത്തു പറയണം. 31 പന്തിൽ 41 റൺസ്. കാർത്തിക് ശർമ്മ കുറച്ചൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ സഞ്ജുവിന് സെഞ്ചുറി അടിക്കാമായിരുന്നു. പക്ഷെ അത്രത്തോളം അഹങ്കാരവും ആർത്തിയൊന്നും നമുക്ക് പാടില്ല. ഇത് സെഞ്ചുറി അടിക്കേണ്ട ഗെയിമല്ല. കാരണം നെറ്റ് റൺ റേറ്റ് ഒക്കെ വളരെ നിർണായകമായതുകൊണ്ട് തന്നെ സഞ്ജു സാംസണിന്റെ സെഞ്ചുറിയേക്കാൾ ടീമിന്റെ വിജയമാണ്. കാരണം അത്രത്തോളം പോരാട്ടം കനക്കുകയാണ്. സെമി ഫൈനൽ സാധ്യതകളിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് പ്രതീക്ഷ അറ്റുപോയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് തുടരെയുള്ള ഈ വിജയങ്ങൾ. എന്തായാലും സഞ്ജു സാംസൺ ഫോമായത് ചെന്നൈ സൂപ്പർ കിങ്സിന് വിജയത്തിന്റെ നെടുന്തൂണായ ഇന്നിങ്സായി മാറിയിരിക്കുകയാണ്. സഞ്ജു ഫോമായാൽ ഏത് വലിയ ടീമിനെയും മുട്ടാൻ പ്രാപ്തരാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. ഒരു വലിയ ബോളിംഗ് വേണമെന്ന് ഒന്നുമില്ല, സഞ്ജു സാംസൺ ഫോമായാൽ മാത്രം മതി. കാരണം അത്രത്തോളം അനായാസകരമായാണ് സഞ്ജു സിക്സർ അടിക്കുന്നത്, സഞ്ജു 4 അടിക്കുന്നത്. എന്തൊരു അനായാസകരമായിട്ടാണ് സഞ്ജു ഇതെല്ലാം ചെയ്യുന്നത്. അതാണ് അത്ഭുതം. കമൻട്രിയിൽ പോലും പറയുന്നതാണ്, വാട്ട് എ ബ്യൂട്ടി. ആ ബോൾ ഡിസർവ് ചെയ്യുന്നത് പോലെ തന്നെ, ഈവൻ മിസ് ഹിറ്റ് ആണെന്ന് തോന്നിയാൽ പോലും അതിർത്തി കിടക്കുകയാണ്. അതാണ് പവർ, അതാണ് പവർഫുൾ സഞ്ജു സാംസൺ. ഓക്കെ, 159 റൺസ് സഞ്ജുവിന്റെ ചുമലിലേറി ചെന്നൈ നിസ്സാരമായിട്ട് ചേസ് ചെയ്ത് എടുത്തു. 159 അടിച്ചു ചെന്നൈ 155 പകരം. കാരണം 6-4 അടിച്ചുകൊണ്ടാണ് കാർത്തിക് ശർമ്മ ഫിനിഷ് ചെയ്തത്. 17.3 ഓവറിൽ 9.09 ശരാശരിയിൽ കളി തീർത്തു. ഇതാ ഏറ്റവും കൂടുതൽ ഡോട്ട് ബോൾ എറിഞ്ഞത് അക്കീൽ ഹുസൈനാണ്. ഇവരെല്ലാം അസറ്റാണ്. അക്കീൽ ഹുസൈൻ, നൂർ അഹമ്മദ്, ഇവരെല്ലാം അസറ്റാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ. സഞ്ജു സാംസൺ തുടരെ അവാർഡുകളും എല്ലാം നേടുന്ന കാഴ്ചയൊക്കെ നമുക്ക് വളരെ സന്തോഷമാണ്. ഗെയ്ക്വാദിന്റെ തിരിച്ചുവരവ് കഴിഞ്ഞ 2 മാച്ചുകളിൽ ഉണ്ടായെങ്കിലും ഇത്തവണ ഗെയ്ക്വാദ് ഒന്ന് പാളി. 13 പന്തിൽ 6 റൺസ്, ഒരു 4 മാത്രം അടിച്ച് ഗെയ്ക്വാദ് പതറിയപ്പോൾ സഞ്ജുവിന് മനസ്സിലായി താൻ എത്തരത്തിലുള്ള ഇന്നിങ്സ് ആണ് കളിക്കേണ്ടതെന്ന്. അതുകൊണ്ടാണ് സഞ്ജു കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് അപ്പുറത്ത് നിന്നത്. സത്യം പറഞ്ഞാൽ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നിന്ന സഞ്ജു വരുന്ന ബാറ്റ്സ്മാൻമാരെ കൊണ്ടല്ല അടിപ്പിക്കാൻ നോക്കി. ആദ്യം ഉർവീസ് പട്ടേലിനെ കൊണ്ട് അടിപ്പിക്കാൻ നോക്കി. ഉർവീസ് പട്ടേൽ ഒരു ഇതൊക്കെ അടിച്ചു, പക്ഷെ ഔട്ടായി പോയി. പിന്നീട് കാർത്തിക് ശർമ്മ വന്നു. കാർത്തിക് ശർമ്മയ്ക്ക് താളം കണ്ടെത്താൻ ആദ്യം സാധിച്ചില്ല. അപ്പൊ സഞ്ജു എന്ത് ചെയ്തു? മുട്ടിക്കളിക്കാതെ അടിച്ച് കളിച്ച് കാർത്തിക് ശർമ്മയ്ക്ക് ഒരു ഇൻസ്പിറേഷൻ അങ്ങോട്ട് കൊടുത്തു. പിന്നെ കാർത്തിക് ശർമ്മ ഫിനിഷ് ചെയ്തു. അതാണ് കളി. വാട്ട് ആൻ ഇന്നിങ്സ്. പേഷ്യൻസ് ആണ് ഇവിടെ ജയിക്കുന്നത്, ക്ഷമയും ആ ഒരു കറക്റ്റായ സ്പോർട്സ്മാൻ സ്പിരിറ്റും. അതാണ് സഞ്ജു സാംസന്റെ വിജയം. സഞ്ജുവിനെ ശരിക്കും പറഞ്ഞാൽ സെഞ്ചുറിയേക്കാൾ എത്രയും മികച്ച ഇന്നിങ്സുകളാണ് ഇതെല്ലാം. നോട്ട് ഔട്ട് ആണ് സഞ്ജു. എത്ര കളിയാണ് നോട്ട് ഔട്ട് ഈ ഒരു IPL സീസണിൽ? 3 കളിയാണ് സഞ്ജു നോട്ട് ഔട്ട്. 2 സെഞ്ചുറി അടിച്ച കളി, ഇപ്പോൾ 87 റൺസ് അടിച്ച കളി. അവരുടെ ബോളിങ്ങില് സ്റ്റാർക്ക്, അക്സർ പട്ടേൽ, എങ്കിടി തിരിച്ചു വന്നു കേട്ടോ. അവർ പരിക്കിന് ശേഷം തിരിച്ചു വന്ന ഒരു ഗെയിം ആയിരുന്നു ഇത്. വളരെ മികച്ച രീതിയിൽ തന്നെ പന്തെറിഞ്ഞുവെങ്കിലും സഞ്ജു സാംസൺ അൺസ്റ്റോപ്പബിൾ ആയിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും അത്യാവശ്യം ഒരു എക്കണോമി ഉണ്ട്. സ്റ്റാർക്ക് 4 ഓവറിൽ 30 റൺസിന് 0 വിക്കറ്റ്, 7.50 ശരാശരി. അക്സർ പട്ടേൽ 4 ഓവറിൽ 25 റൺസ് എടുത്ത 1 വിക്കറ്റ്, 6.25 ശരാശരി. അക്സർ പട്ടേലാണ് കുറച്ച് പിടിച്ച് ബോൾ എറിഞ്ഞത്. എങ്കിടി 4 ഓവറിൽ 30 റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് 1 വിക്കറ്റ്, 7.50 ശരാശരി. എങ്കിടി ശരിക്കും 1 ഓവറിൽ 1 റൺസിന് വിക്കറ്റും അതുപോലെ തന്നെ ഒരുപാട് ഡോട്ട് ബോളൊക്കെ എറിഞ്ഞാണ്. പക്ഷെ അവസാനത്തെ 2 ഓവറിൽ നല്ല അടി കിട്ടി. കുൽദീപ് യാദവിന് നല്ല അടി കിട്ടി സഞ്ജു സാംസണിന്റെ കയ്യിൽ നിന്ന്. 3 ഓവറിൽ 34 റൺസിന് വിക്കറ്റ് ഒന്നുമില്ല. നടരാജനും നല്ല അടി കിട്ടി. 2.3 ഓവറിൽ 39 റൺസ്, 15 ശരാശരിയിൽ. അപ്പോൾ 24 റൺസിന് ആദ്യത്തെ വിക്കറ്റ് പോയി, 45 റൺസിന് രണ്ടാമത്തെ വിക്കറ്റ് പോയി. അതിനുശേഷം ഒരു പാർട്ട്ണർഷിപ്പ് അടിച്ചാ പറങ്ക, ഒരു 100+ പാർട്ട്ണർഷിപ്പ് സഞ്ജു സാംസണും കാർത്തിക് ശർമ്മയും ചേർന്നുള്ള ആ പാർട്ട്ണർഷിപ്പാണ് ടീമിനെ വിജയത്തിൽ എത്തിച്ചത്. സഞ്ജു സാംസണിന്റെ ദ പവർഫുൾ, ദ ബ്യൂട്ടിഫുൾ, ദ വെരി വെരി എലഗന്റ് ഇന്നിങ്സ്. അവരുടെ ഒരു DC-യിൽ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചത് സ്റ്റബ്സ് ആണ്, 38 റൺസ്. അതുപോലെ തന്നെ സമീർ റിസ്വിയും 40 റൺസ് അടിച്ചു. അങ്ങനെ അശുതോഷ് ശർമ്മ വളരെ ഒരു ക്യാമിയോ കളിച്ചിരുന്നു. 14 റൺസ്, 5 ബോളിൽ നിന്ന് 2 സിക്സർ അടിച്ച്. ആ പുള്ളിക്കാരൻ്റെയൊക്കെ കളിയാണ് ഇത്രയെങ്കിലും സ്കോർ എത്തിച്ചത്.
ഞാൻ ആദ്യം വിചാരിച്ചു സഞ്ജുവിന് അടിക്കാനുള്ള സ്കോർ ഇല്ലല്ലോ എന്ന്. പക്ഷെ പിച്ചിന്റെ ഒരു സ്വഭാവം കണ്ടപ്പോൾ മനസ്സിലായി ഈ സ്കോർ അടക്കം മികച്ച സ്കോറാണെന്ന്. കാരണം ചില ലോ സ്കോറിംഗ് ഗെയിംസ് ആണ് ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ശരിക്കും ക്രിക്കറ്റ് കാണണമെങ്കിൽ ഇത്തരത്തിലുള്ള ശരിക്കും ആ ഒരു റിയൽ ആയിട്ടുള്ള ക്ലാസി ക്രിക്കറ്റ് കാണണമെങ്കിൽ ഇത്തരത്തിലുള്ള ഗെയിംസ് വരണം. സഞ്ജു സാംസൺ അതിലെ അധികായനാണ്. ദ ക്ലാസി മാസി സാംസൺ. സഞ്ജു അല്ലാതെ മറ്റാര്? ചെന്നൈ സൂപ്പർ കിങ്സിലെ ചേട്ട സൂപ്പർ കിങ്സ് ആക്കി മാറ്റിയ നമ്മുടെ സഞ്ജു സാംസണ് അഭിവാദ്യങ്ങൾ. ഓക്കെ, സെല്യൂട്ട് ടു ദ എവർ ബെസ്റ്റ് പ്ലെയർ ഓഫ് കേരള, അതുപോലെ ഇന്ത്യൻ ക്രിക്കറ്റ്, സഞ്ജു സാംസൺ. ദ ബിഗ് സല്യൂട്ട്. ഇനിയും ഒരുപാട് നല്ല ഇന്നിങ്സ് കാണാൻ സാധിക്കട്ടെ. സഞ്ജു സാംസണിന് എത്ര പറഞ്ഞാലും തീരാത്തത്ര സ്നേഹം. താങ്ക് യു സോ മച്ച് സഞ്ജു സാംസൺ. നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇന്നിങ്സ്, ചെന്നൈയുടെ കളി, സഞ്ജുവിൻ്റെ കളി? നിങ്ങൾക്ക് വിധി എഴുതാം, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പ്ലെയർ ഓഫ് ദ മാച്ച് അടക്കം എല്ലാ അവാർഡുകളും തൂത്തുവാരിക്കൊണ്ട് സഞ്ജു അഭിമാനമായി മാറിയ ദിവസം. ദ ഗ്രേറ്റ് സഞ്ജു സാംസൺ. താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.